ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 5ാമത്തെ പാർട്ടാണ്. അപ്പോൾ കമൻ്റ് ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ദത്തൻ കയ്യിലുള്ള കവർ സോഫയിൽ വെച്ച് റൂമിലേക്ക് നടന്നു. കയ്യിലുള്ള ഫോൺ ചാർജിനിട്ട് തിരിഞ്ഞതും പിന്നിൽ ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന വർണ്ണയെ കണ്ട് അവൻ 2 അടി പിന്നിലേക്ക് നീങ്ങി. നീ എന്താ മനുഷ്യനെ പേടിപ്പിച്ചു പോലെ ഇറങ്ങിയതാണോ? ദത്തൻ്റെ ചീത്ത കേട്ടതും അവൾ ഒന്നും മിണ്ടാതെ റൂമിന് പുറത്തേക്ക് പോയി. അവൾ അടുക്കളയിൽ പോയി 2 പ്ലേറ്റുകളിലാക്കി ദത്തൻ കൊണ്ടുവന്ന് ചോറ് വിളമ്പി. മറ്റൊരു പാത്രത്തിൽ കറിയും എടുത്തു വെച്ചു. ചോറിൻ്റെ സൈഡിലായി അച്ചാറും ഉപ്പേരിയും പൊരിച്ച മീനും നല്ല ഭംഗിയായി വെച്ച് അതുമായി മുറിയിലേക്ക് നടന്നു. മുറിയിൽ അവനെ കാണാത്തതുകൊണ്ട് വർണ്ണ ഉമ്മറത്തേക്ക് നടന്നു. ചേറി ചാരിയിരുന്ന കാര്യമായി എന്തോ ആലോചനയിലാണ് കക്ഷി. ദത്താ, അവൾ കയ്യിലെ പ്ലേറ്റ് അവന് നേരെ നീട്ടി. ദത്തൻ അത്ഭുതത്തോടെ അവളെയും പ്ലേറ്റിലേക്ക് മാറി മാറി നോക്കി. എന്താ നോക്കണേ? വേഗം പ്ലേറ്റ് വാങ്ങിക്കേ, എനിക്ക് വിശന്നിട്ട് വയ്യ. ദത്തൻ വേഗം അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി. വർണ്ണ തൻ്റെ കയ്യിലെ ചോറുമായി തിണ്ണയിൽ വന്നിരുന്നു. ഇന്നലെ ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോഴേ അടുക്കളയിൽ ഒന്ന് വൃത്തിയാക്കി. കൂട്ടത്തിൽ പൊടി പിടിച്ച പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തു. അവൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ദത്തൻ അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ കഴിച്ച് വേഗം എണീറ്റ് പോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകിയെല്ലാം അടുക്കളയിൽ ഒതുക്കി വെക്കുകയായിരുന്നു വർണ്ണ. അപ്പോഴാണ് റൂമിൽ നിന്നും ദത്തൻ്റെ വിളി വന്നത്. വർണ്ണ! അവൻ്റെ വിളി കേട്ട് ഒരു നിമിഷം വർണ്ണ നിശ്ചലമായി പോയി. അവൻ ആദ്യമായാണ് തൻ്റെ പേര് വിളിക്കുന്നത്. അവൾ ഇട്ടിരിക്കുന്ന ടോപ്പിൽ കൈകൾ തുടച്ചുകൊണ്ട് റൂമിലേക്ക് വന്നു. അവൾ ചെല്ലുമ്പോൾ ദത്തൻ എന്തോ പേപ്പറിൽ എഴുതുകയാണ്. അത് കണ്ട് അവൾ ബെഡിൽ വന്നിരുന്നു. ദത്തൻ എഴുത്ത് നിർത്തി ചെയറിൽ നിന്ന് എണീറ്റ് അവളുടെ അരികിൽ വന്നിരുന്നു. ദാ, ഇത് സൂക്ഷിച്ചു വെച്ചോ. കയ്യിലെ പേപ്പർ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇതെന്താ ദത്ത? അവൾ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് ചോദിച്ചു. നീ എത്രയല്ല പഠിക്കണേ? PGക്ക്. ആണല്ലോ, അല്ലാതെ അക്ഷരാഭ്യാസമില്ലാത്തോളല്ലോ. അപ്പം അത് വായിച്ചു നോക്ക്. അത് കേട്ട് അവൻ അത് തുറന്നു നോക്കി. ആരുടെ അഡ്രസ്സാണ്? മുകുന്ദൻ വർമ്മ, പാലക്കൽ തറവാട്, ആലത്തൂര്, പാലക്കാട്. താഴെ ഒരു ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇതെന്തിനെനിക്ക്? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇനി അഥവാ അതെത്തന്നെ എന്തെങ്കിലും പറ്റിയാലും ഇവിടെ ആരും അനാഥരാവണ്ട. ഇനി നീയൊരു കര പറ്റുന്നതിന് മുമ്പ് ഞാൻ എങ്ങാനും ചത്ത ഈ അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന ആളെ വിളിക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്താൽ മതി, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. താൻ കുറച്ചു മുമ്പ് പറഞ്ഞ അവന് നല്ല വിഷമമായിട്ടുണ്ടെന്ന് വർണ്ണയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്നെ വിട്ട് നീ പോവോ ദത്ത? അത് പറയുമ്പോൾ അവളുടെ സ്വരവും ഇടറിയിരുന്നു. ദത്തൻ മറുപടി ഒന്നും പറയാതെ ആ റൂമിൽ കാര്യമായി എന്തോ തിരയുകയാണ്. മനസ്സിൽ തട്ടുന്ന പോലെ ഇത്രയും സെൻറ്റി ഡയലോഗ് പറഞ്ഞിട്ട് ഈ കാട്ടുമക്കാനും വല്ല മൈൻഡുണ്ടോ നോക്കിക്കേ. വർണ്ണ സ്വയം പിറുപിറുത്തു. അപ്പോഴേക്കും ദത്തൻ കട്ടിലിനടിയിൽ കൂട്ടിയിരിക്കുന്ന സാധനങ്ങൾക്കിടയിൽ നിന്ന് എന്തോ ഒന്ന് തിരഞ്ഞെടുത്തു. ഒരു ചെറിയ ടേബിൾ ഫാനായിരുന്നു അത്. അവൻ്റെ പഴയ ഒരു ഷർട്ട് എടുത്ത് അതിലെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. ശേഷം ഫാൻ ടേബിളിന് മുകളിൽ വെച്ച് പ്ലഗ് കുത്തി സ്വിച്ച് ഓൺ ചെയ്തു. രാത്രി അകത്ത് ചൂടാന്ന് പറഞ്ഞ് ഇനി ആര് നട്ടപ്പാതിരയ്ക്ക് പുറത്തു വന്നിരിക്കണ്ട, അവൻ ഗൗരവത്തിൽ പറഞ്ഞ് പുറത്തേക്ക് പോയി. അവൾ കയ്യിലുള്ള കടലാസിലേക്ക് ഒന്നുകൂടെ നോക്കി. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. എനിക്കും ഉണ്ട് ഒരു കൈയക്ഷരം. അത് ഈ ലോകത്തെ എനിക്കല്ലാതെ മറ്റാർക്കും വായിക്കാൻ കഴിയില്ല. അവൾ ആ പേപ്പർ തൻ്റെ ബാഗിലെടുത്തു വെച്ചു. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത് ദത്തൻ 2-3 വട്ടമായി മുറിക്ക് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്താ ദത്ത, എന്താ കുറേ നേരമായില്ല നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? അത് കേട്ടതും അവൻ ഒരു മടിയോടെ അകത്തേക്ക് വന്നു. 2-3 ദിവസമായി ചെയറി കിടക്കണു, അതുകൊണ്ട് ഉറക്കം ശരിയാവുന്നില്ല. ഞാൻ കുറച്ചു നേരം ബെഡിൽ കിടന്നോട്ടെ, അവൻ മടിയോടെ ചോദിച്ചു. സ്വന്തം വീട്ടിൽ സ്വന്തം ബെഡിൽ കിടക്കാൻ അനുവാദം ചോദിക്കുന്ന ദത്തനെ കണ്ട് വർണ്ണയ്ക്കും ചിരിയാണ് വന്നത്. അതിനെന്താ ദത്ത, ഇവിടെ കിടന്നോ? അവൾ വേഗം ബെഡിലെ തൻ്റെ ഡ്രസ്സും ബുക്കും എല്ലാം എടുത്തു മാറ്റി. ദത്തൻ വേഗം ബെഡിലേക്ക് കമിഴ്ന്നു. വർണ്ണ അവനെ ഒന്ന് നോക്കിയ ശേഷം വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങി. ഉച്ച സമയമാണെങ്കിലും പുഴക്കടവിൽ വെയിലില്ല. അവൾ വേഗം ബക്കറ്റിലുള്ള തൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് കടവിലേക്ക് നടന്നു. ഡ്രസ്സെല്ലാം അലക്കി അഴയിൽ വിരിച്ച് അവൾ അടുക്കളയിലേക്ക് ചെന്നു. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങൾക്കിടയിൽ നിന്നും 2 കുടവ് എടുത്ത് അവൾ കിണറ്റിനരികിലേക്ക് നടന്നു. വേലിയോട് ചേർന്നാണ് കിണർ. അതുകൊണ്ട് കേശവന്റെ വീട്ടുകാർ ആ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരുന്നത്. വർണ്ണ ചെല്ലുമ്പോൾ കിണറ്റിനരികത്തുള്ള ആള് മറയിൽ
ചാരി സനൂപ് ഇരിക്കുന്നുണ്ട്. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൾ വെള്ളം കോരാൻ തുടങ്ങി. ദത്ത എൻ്റെ ഭാര്യയാണല്ലേ, ഞാൻ ഇന്ന് കവലയെ വെച്ച് കണ്ടിരുന്നു. എന്താ തൻ്റെ പേര്? വർണ്ണ. എൻ്റെ പേര് സനൂപ്. അത് കേട്ട് വർണ്ണ തലയാട്ടി. താൻ അത്യാവശ്യം പഠിപ്പും വിവരമൊക്കെയുള്ള കുട്ടിയല്ലേ, പിന്നെ എന്തിനാ ദത്തനെ പോലെ ഒരാളെ കെട്ടിയത്? അത് കേട്ടതും വർണ്ണയ്ക്ക് ദേഷ്യം ഇരച്ചു കയറി. പക്ഷെ അത് അവൾ മുഖത്ത് പ്രകടിപ്പിച്ചില്ല. അയ്യോ, ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. എനിക്ക് പഠിപ്പും വിവരമൊക്കെ കുറച്ച് കുറവാ. കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ എനിക്ക് 2-3 സപ്ലികളുണ്ട്. പിന്നെ വിവരത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കണം നല്ലത്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് പോലും എനിക്കറിയില്ല. കുട്ടി എന്നെ കളിയാക്കിയതാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ കുട്ടിയുടെ നല്ലതിന് വേണ്ടിയാണ് പറയണേ. ദാത്തനെ നിന്നും കുറച്ച് അകലം പാലിക്കുന്നതാണ് നല്ലത്. അവൻ ഈ നാട്ടിൽ വന്നിട്ട് 4-5 വർഷം ആകുന്നേ ഉള്ളൂ. പക്ഷെ അവന് കുറെ ശത്രുക്കളുണ്ട് ഇവിടെ. അവനെ വകവരുത്താൻ ഒരു തക്കം പാത്ത് നടക്കണം എല്ലാവരും. അവൻ്റെ ഒപ്പം കൂടി വെറുതെ ജീവിതം ഇല്ലാതാക്കണ്ട. ഓ സാരമില്ല ചേട്ടാ, എനിക്കും ജീവിക്കാൻ അത്ര വലിയ കൊതിയൊന്നുമില്ല, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഭാഗ്യമൊക്കെ കുട്ടിയുടെ ഇഷ്ടം. ദത്തനിന്ന് കവലയിലിട്ട് തല്ലിയില്ലേ ഡേവിഡ്? അവനെ സൂക്ഷിക്കണം. പാമ്പിന്റെ പകയാണ് അവന്. അവനെ വേദനിപ്പിച്ച് വിട്ടവരെയൊക്കെ അവൻ വെറുതെ വിട്ടിട്ടില്ല, കൊന്നു തള്ളും. കുറച്ചു കാലം കൂടെ ഈ താലി കഴുത്തിലിട്ട് ജീവിക്കണമെങ്കിൽ ഭർത്താവിനോട് പറഞ്ഞേക്ക് മര്യാദക്ക് നടക്കാൻ, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ വിധേയാവേണ്ട വരും. സനൂപിന്റെ വാക്കുകൾ വർണ്ണയുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു. എന്തു മറുപടി പോലും സനൂപിന് കൊടുക്കണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. നിറച്ചു വെച്ച 2 കുടങ്ങൾ അടുക്കളയിൽ എത്തുമ്പോഴേക്കും ദത്തന്റെ വണ്ടി പടി കടന്നു പോയിരുന്നു. കുടങ്ങൾ അടുക്കളയിൽ വെച്ച് അവൾ മുൻവശത്തേക്ക് ഓടിയെങ്കിലും ദത്തൻ കൺമുമ്പിൽ നിന്നും മറഞ്ഞിരുന്നു. അയാൾ ദത്തൻ എന്തെങ്കിലും ചെയ്യോ? അവനെന്തെങ്കിലും പറ്റിയ പിന്നെ? അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം വന്ന് നിറഞ്ഞു. അവൾ കഴുത്തിലെ താലി മുറുകെ പിടിച്ച് ഉമ്മറപ്പടിയിൽ തന്നെ ഇരുന്നു. നേരം സന്ധ്യയായിട്ടും അവൾ അതേ ഇരിപ്പ് തുടർന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നു ആയിട്ടും ദത്തൻ തിരികെ വന്നില്ല. അവൾ എണീറ്റ് കൈയും മുഖമെല്ലാം കഴുകി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. രാത്രിയിലേക്കുള്ള ഭക്ഷണം ദത്തൻ കൂട്ടുകാരന്റെ കയ്യിൽ കൊടുത്തുവിട്ടിരുന്നു. രാത്രി ഒരുപാട് നേരമായിട്ടും ദത്തൻ തിരികെ വന്നില്ല. ഭക്ഷണം വിളമ്പിയെങ്കിലും അവൾക്ക് കഴിക്കാൻ തോന്നിയില്ല. അത് അടുക്കളയെ കൊണ്ടുവച്ച് റൂമിൽ വന്നിരുന്നു. ബാഗിൽ നിന്ന് തന്റെ വാച്ച് എടുത്ത് നോക്കിയപ്പോൾ സമയം 11 കഴിഞ്ഞു എന്ന് മനസ്സിലായി. അവൾ ചുമരി ചാരിയിരുന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി. വിജനമായ വഴിയിലൂടെ വണ്ടി ഓടിച്ചു വരികയായിരുന്നു ദത്തൻ. നന്നായി കുടിച്ചത് കൊണ്ട് ശരിക്കും വണ്ടി ഓടിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് വണ്ടിക്ക് മുന്നിലേക്ക് എന്തോ ചാടിയതും അവൻ വണ്ടി വെട്ടിച്ചു. ബാലൻസ് കിട്ടാതെ അവനും വണ്ടിയിൽ നിന്ന് റോട്ടിലായി വീണു. ദത്തൻ ആയാസപ്പെട്ട് താഴെ നിന്നും എണീറ്റ് ബുള്ളറ്റ് ഉയർത്താൻ നോക്കി. പിന്നിൽ നിന്ന് നിഴലനക്കം കണ്ട് അവൾ തല തിരിച്ചു നോക്കിയതും കയ്യിൽ വടിവാളുമായി ഡേവിഡ്. ഒരു പകയും പിന്നീട് മാറ്റിവെക്കുന്ന സ്വഭാവം ഈ ഡേവിഡിനില്ല. അത് പറഞ്ഞ് അയാൾ കയ്യിലെ വടിവാൾ ഉപയോഗിച്ച് ദത്തനെ ആഞ്ഞു വെട്ടി. അയാൾ പക മുഴുവൻ ദത്തന് മേൽ തീർത്തു. ചോരയിൽ കുളിച്ച് ദത്തൻ ആ വിജനമായ റോഡിൽ കിടന്നു. വർണ്ണ കരഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. കണ്ടത് സ്വപ്നമാണെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ദത്തന്റെ മുഖം അത്രത്തോളം അവളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. സമയം നോക്കിയപ്പോൾ 2 മണി കഴിഞ്ഞിരുന്നു. അവൾ എണീറ്റ് ജനൽ വഴി ഒന്ന് മുറ്റത്തേക്ക് നോക്കി. ദത്തന്റെ വണ്ടി അവിടെ എവിടെയും കാണാനില്ല. ഈശ്വര, ദത്തനെ കാത്തോണേ, അവനൊന്നും പറ്റിക്കാണല്ലേ. കുറച്ചു നേരം ബെഡിൽ വന്നിരുന്നെങ്കിൽ അവൾക്കൊരു മനസമാധാനം ഉണ്ടായില്ല. ധൈര്യം സമ്മതിച്ച് അവൾ ഉമ്മറത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് വരാന്തയിലെ ചെയറിലിരുന്ന് ഉറങ്ങുന്ന ദത്തനെ അവൾ കണ്ടത്. ഒരേ സമയം മനസ്സിൽ സന്തോഷവും സങ്കടവും നിറഞ്ഞു വന്നു. ദത്ത! അവൾ ഓടി വന്ന് അവൻ ഇരിക്കുന്ന കസേരയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. അപ്പോഴാണ് അവന്റെ ഷർട്ടിലും മുണ്ടിലും പറ്റിയ മണ്ണ് അവൾ കണ്ടത്. ബുള്ളറ്റ് ആണെങ്കിൽ കാണാനുമില്ല. ദത്ത, ദത്ത, നിനക്ക് എന്താ പറ്റിയേ? ഇതെന്ത് ഷർട്ടിൽ മുഴുവൻ മണ്ണ്? വർണ്ണവനെ കുലുക്കി പിടിച്ചതും ദത്തൻ ആയാസപ്പെട്ട് കണ്ണു തുറന്നു. എന്തിനാടി പാതിരാത്രിക്ക് കിടന്ന് മോങ്ങണേ? അവൻ കുഴഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. നീ ഇത്ര നേരം എവിടെയായിരുന്നു ദത്ത? നിന്റെ ഷർട്ടിൽ എന്താ മണ്ണ്?
ഓ, അത് ഞാൻ വരുന്ന വഴിക്ക് വണ്ടിയുടെ മുന്നിൽ ഒരു പൂച്ച വട്ടം ചാടി. വണ്ടി ഒന്ന് വെട്ടിച്ചപ്പോ ബാലൻസ് കിട്ടാതെ റോഡിൽ വീണു. ഈ കണ്ടീഷന് വണ്ടി എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വണ്ടി റോഡിൽ വെച്ച് ഞാൻ ഇങ്ങ് നടന്നു പോന്നു. എന്തിനാ ദത്താ നീ ഇങ്ങനെ കുടിച്ച് നശിക്കണേ? നിനക്ക് നേരത്തും കാലത്തൊന്നും വീട്ടിൽ വന്നൂടെ? നിന്നെ കാണാതെ ഞാൻ ഒരുപാട് പേടിച്ചു. പറഞ്ഞ കരഞ്ഞോണ്ട് ദത്തന്റെ മടിയിലേക്ക് തലവെച്ചു. പട്ടി മോങ്ങണ പോലെ മോങ്ങാൻ നിന്റെ മറ്റവൻ ചത്തോ? അവൻ ദേഷ്യത്തിൽ അലറി. ചത്തുന്ന് സ്വപ്നം കണ്ടു. ഇനി രാത്രി നേരത്തേക്ക് പുറത്തേക്ക് പോവണ്ട. അവിടെ എവിടെ നിന്നെ എന്തെങ്കിലും ചെയ്യും. അത് പറഞ്ഞ് അവൻ മടിയിൽ കിടന്ന് കരയാൻ തുടങ്ങി. ദത്തനൊന്നും മിണ്ടാതെ ചേറി തലവെച്ച് കിടന്നു. സ്വബോധം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാവും ശരി. പുഴയിൽ ആരോ അലക്കുന്ന ശബ്ദം കേട്ടാണ് ദത്തൻ കണ്ണു തുറന്നത്. അവൻ ഒന്ന് മൂരി നിവർന്ന് എണീക്കാൻ നോക്കിയതും മടിയിൽ എന്തോ ഭാരം തോന്നിയത്. നോക്കുമ്പോ മടിയിൽ തലവെച്ച് കിടക്കുന്ന വർണ്ണ. ഡീ, അവൻ ദേഷ്യത്തിൽ അലറിയതും വർണ്ണ ഞെട്ടി പിടഞ്ഞു എഴുന്നേറ്റു. അകത്ത് കിടക്കാൻ ബെഡിലാഞ്ഞിട്ടാണോ നീ എന്റെ മടിയിൽ തലവെച്ച് കിടക്കണേ? എന്നെ മടിയിൽ കയറി കിടന്നോടി, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അതൊന്നും ഇന്നലെ രാത്രി തന്നെ പറയായിരുന്നില്ലേ? വെറുതെ താഴെ നിന്ന് കാല് ധരിച്ചു. ചേട്ടന ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞല്ലേ, ഇനി ഞാൻ അനുസരിച്ചില്ല എന്ന് വേണ്ട. അത് പറഞ്ഞു പറഞ്ഞ താഴെ നിന്ന് എണീറ്റ് അവന്റെ മടിയിലിരിക്കുന്ന പോലെ കാണിച്ചതും ദത്തൻ ചെയറിൽ നിന്നും ചാടി എണീറ്റോ. നീ എന്തോ ദത്ത കാണിച്ചേ? ഞാൻ മടിയിലിരിക്കാൻ വന്നപ്പോ നീ എന്തിനാ എണീറ്റേ? അവൾ ചിരിയോടെ ചോദിച്ചു. ദത്തൻ അവളിൽ നിന്ന് ദേഷ്യത്തോടെ നോക്കിയ ശേഷം അകത്തേക്ക് കയറിപ്പോയി. പെട്ടെന്ന് തന്നെ ഇട്ടിരിക്കുന്ന ഷർട്ട് മാറ്റി വേറെ ഒരെണ്ണമായിട്ട് അവൻ പുറത്തേക്ക് വന്നു. ഇനി എങ്ങാനും പാതിരാത്രിക്ക് നിന്നെ പുറത്ത് കണ്ട നിന്റെ കാലൊടിച്ച് ഞാൻ അകത്തിടും. പിന്നെ നീ പുറത്തിറങ്ങുന്ന എനിക്കൊന്ന് കാണണല്ലോ. അത് പറഞ്ഞ അവൻ റോഡിലേക്ക് ഇറങ്ങിപ്പോയി. നീ പോടാ തെമ്മാടി. എനിക്ക് തോന്നുമ്പോ ഞാൻ പുറത്തിറങ്ങും. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതായിരുന്നു എന്ന് മറന്നുപോയല്ലോ. അതേതെങ്കിലും ആവട്ടെ, ഭരണഘടനയിലെ ഹ്യൂമൻ റൈറ്റ്സില് ഏതൊരു ഇന്ത്യൻ പൗരനും സഞ്ചാര സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞോടാണ് അവന്റെ ഭീഷണി. അത് പറഞ്ഞ അവൾ ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ ഇറങ്ങി. കുളിക്കുന്നതിനിടയിൽ ദത്തന്റെ വണ്ടി മുറ്റത്ത് വന്ന് നിന്ന് തിരികെ പോയത് അവൾ അറിഞ്ഞു. കുളി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ രാവിലത്തേക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് അവൾ മുറ്റത്ത് കൂടെ വെറുതെ നടന്നു. ഇരുന്ന് ബോറടിച്ചപ്പോൾ അവൾ ദത്തന്റെ മുറി വൃത്തിയാക്കാൻ തീരുമാനിച്ചു. അലമാരയിൽ അവന്റെ ഷർട്ടും മുണ്ടും ഒതുക്കി വെച്ചു. മറ്റൊരു സൈഡിലായി തന്റെ ഡ്രസ്സുകൾ അടക്കി വെച്ചു. മേശപ്പുറത്ത് ദത്തന്റെ ബുക്കുകളും കൂടെ ഒതുക്കി വെച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ദത്തന്റെ ഒരു കുന്നോളം അലക്കാത്ത ഡ്രസ്സുകൾ മുറിയിലാകെ നിറഞ്ഞു. ഇയാൾക്ക് ഷർട്ടും മുണ്ടും അലക്കുന്ന സ്വഭാവമൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അവൾ ഡ്രസ്സെല്ലാം വാരി പുഴക്കടയിലേക്ക് നടന്നു. കുളിക്കുന്ന സോപ്പ് കൊണ്ടാണ് അലക്കിയത്. അതോടെ സോപ്പിന്റെ കാര്യത്തിൽ തീരുമാനമായി. ബ്യൂട്ടി സോപ്പേ, നീ എന്നോട് ക്ഷമിക്ക്. അലക്കാൻ വേറെ സോപ്പില്ലാത്തോണ്ടാ നിന്നെ ഞാൻ എടുത്ത് അലക്കിയേ. ഇനി ഞാൻ നാളെ ഏത് സോപ്പിട്ട് കുളിക്കുമോ എന്തോ. അലക്കിയ തുണികൾ എല്ലാം അവൾ മുറ്റത്ത് അഴകളിൽ കെട്ടി അതിൽ വിരിച്ചിട്ടു. അതോടെ അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച് അവൾ ഉറങ്ങാൻ കിടന്നു. ഇതെന്താടാ നിന്റെ ഷർട്ടിന്റെ മുണ്ടിന്റെ എണ്ണം നാട്ടുകാരെ കാണിക്കാനുള്ള ആണോ ഇങ്ങനെ അലക്കിയിട്ടിരിക്കണേ? ദത്തന്റെ വണ്ടിക്ക് പിന്നിലിരിക്കുന്ന കൂട്ടുകാരൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് ദത്തനും മുറ്റത്ത് അഴയിൽ വിരിച്ചിരിക്കുന്ന തന്റെ ഡ്രസ്സുകൾ കണ്ടത്. ഒരു പെണ്ണ് കെട്ടിന്ന് കരുതി നീ ആ കൊച്ചിനെ കണ്ടുള്ള ഡ്രസ്സ് മുഴുവൻ അലക്കിപ്പിച്ചല്ലോടാ ദുഷ്ട. മര്യാദക്ക് വായടച്ചിരുന്നതിന് നിന്നെ ഞാൻ എടുത്തിട്ട് അലക്കൂട്ടാ. അത് പറഞ്ഞ ദത്തൻ വണ്ടിയിൽ നിന്നിറങ്ങി. ഇവളിത് എന്തിനാ ഈ അലക്കിയിട്ടിരിക്കണേ? മനുഷ്യന് പുറത്ത് നാണം കെടുത്താനായിട്ട്. ദത്തൻ പുറത്തോണ്ട് അകത്തേക്ക് കയറി. മുറിയിൽ വന്ന് നോക്കുമ്പോൾ വർണ്ണ നല്ല ഉറക്കത്തിലാണ്. ജനൽ തുറന്നിട്ടത് കൊണ്ട് വൈകുന്നേരത്തെ വെയിൽ അവളുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. ദത്തൻ പതിയെ കൈ എത്തിച്ച് ജനൽ അടച്ചിട്ടു. അപ്പോഴാണ് അവൻ ആ മുറി ശ്രദ്ധിച്ചത്. എല്ലാം അടക്കി ഒതുക്കി വെച്ചിരിക്കുന്നു. ഈ പെണ്ണിനിടെ വട്ടുണ്ട് ഇതൊക്കെ വൃത്തിയാക്കാൻ. അവൻ അവളെ ഒന്നുകൂടെ നോക്കിയ ശേഷം പുറത്തേക്ക് വന്നു. പുറത്ത് അവന്റെ കൂട്ടുകാരൻ അഴയിലിട്ടിരിക്കുന്ന അവന്റെ ഷർട്ടിന്റെ എണ്ണ എടുക്കുന്ന തിരക്കിലാണ്. പുല്ലേ, അവിടെ വായി നോക്കി നിൽക്കാതെ വന്ന് പണി ചെയ്യാൻ നോക്ക്, ദത്തൻ അലറി. 28, 29, 30. ഈ പന്നി കണക്ക് മുഴുവൻ തെറ്റിച്ചു. ഇനി ഞാൻ ആദ്യം മുതൽ എണ്ണണം. ദത്തൻ നീട്ടി വിളിച്ചതും അയാൾ അവന്റെ അരികിലേക്ക് വന്നു. കൈക്കോട്ടും പുല്ലുവെട്ടിയോടെ? അതൊക്കെ അത് കത്തുണ്ട്, നീ എടുത്തിട്ട് വാ. അത് പറഞ്ഞ് ദത്തൻ അകത്ത് നടന്നു. കൂടെ കൂട്ടുകാരനും. 1 മിനിറ്റ് നീ ഇവിടെ നിൽക്ക്.
അവൻ ഉമ്മറത്തേക്ക് കയറിയതും ദത്തൻ പറഞ്ഞു. ശേഷം അകത്ത് പോയി വർണ്ണയെ ഒന്ന് നോക്കി. ഒളിമ്പിക്സിന് ഓടാൻ നിൽക്കുന്ന പോലെയാണ് അവളുടെ കിടത്തം. അത് കണ്ട് ദത്തനും ചിരി വന്നിരുന്നു. അവൻ ആ മുറിയുടെ വാതിലൊന്ന് ചാരിയിട്ടു. ആ ഇനി വന്നോ. അത് കേട്ടതും അയാൾ അകത്തേക്ക് വന്നു. അപ്പുറത്തെ റൂമിൽ കൂട്ടിയിരിക്കുന്ന സാധനങ്ങൾക്കിടയിൽ നിന്നും കൈക്കോട്ടും മറ്റും എടുത്ത് അവർ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. വർണ്ണ കണ്ണു തുറന്ന് നോക്കുമ്പോൾ സമയം 4 മണി കഴിഞ്ഞിരുന്നു. അഴിഞ്ഞുലഞ്ഞ മുടി കെട്ടിവെച്ച് പുറത്തേക്ക് ഇറങ്ങിയതും അവളൊന്ന് പകച്ചുപോയി. വീടും പരിസരവും ആകെ മാറിയിരിക്കുന്നു. മുറ്റത്തെ പുല്ലും മൊന്തയും എല്ലാം വെട്ടി വൃത്തിയാക്കി. പൊളിഞ്ഞു വീഴാറായ വേലിയെല്ലാം ശരിക്കു കെട്ടി. ഇപ്പോഴാണ് അത് ശരിക്കും ഒരു വീടായി മാറിയത്. ഇങ്ങനെ ഒരു മാവ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാനിത് കണ്ടിട്ടേ ഇല്ലല്ലോ. അവൾ മുറ്റത്തായി നിൽക്കുന്ന മാവിനെ നോക്കി പറഞ്ഞു. അതിൽ മുല്ലവള്ളിയും പടർന്നു കയറിയിട്ടുണ്ട്. കൂട്ടുകാരനെ യാത്രയാക്കി തിരിച്ചു വരുന്ന ദത്തൻ കാണുന്ന മുറ്റത്ത് അന്തം വിട്ട് നിൽക്കുന്ന വർണ്ണയാണ്. ഇവിടെയെല്ലാം വൃത്തിയാക്കിയത് നീയാണോ ദത്ത? ആണെങ്കിൽ നന്നായിട്ടുണ്ട്. ഈ വീടിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്. അല്ലെങ്കിലും ഭംഗിയായില്ലെങ്കിൽ അത്ഭുതമുള്ളോ. ഇവിടെ വലതുകാല് വെച്ച് കയറിയത് ഞാനല്ലേ? വർണ്ണ എന്നാ സുമ്മാവാ. അപ്പൊ ഇവിടേക്ക് ഇങ്ങനെ വൃത്തിയാവാൻ കാരണം നീയാന്നാണോ? ദത്തൻ ഇരു കൈകളും കെട്ടിയെന്നുകൊണ്ട് ചോദിച്ചു. ഓഫ് കോഴ്സ് മിസ്റ്റർ ദേവദത്തൻ. പിന്നെ ദേ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് കുറെ ചെടികൾ വെച്ച് പിടിപ്പിക്കണം. പിന്നെ കുറച്ച് മരങ്ങളും വെക്കണം. പിന്നെ ബാത്റൂം ഒന്ന് പുതുക്കി പണിയണം. ദത്തന്റെ ചുറ്റും നടന്നുകൊണ്ട് പറഞ്ഞ കയ്യിൽ എണ്ണി പറഞ്ഞു. ചെടിയും മരം വെച്ച് ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കാനാണോ മാഡത്തിന്റെ പ്ലാൻ? പിന്നല്ലാതെ ഞാൻ എവിടെ പോവാനാ? 4 അക്ഷരം പഠിച്ച് നല്ല നിലയിലെത്താൻ നോക്ക് പെണ്ണേ. എന്നിട്ട് ഈ നശിച്ച നാട്ടിൽ നിന്ന് ദൂരത്തേക്ക് എവിടേക്കെങ്കിലും പോ. നല്ല ഒരാളെ കെട്ടി നന്നായി ജീവിക്കാൻ നോക്ക്. അത് പറഞ്ഞ ദത്തൻ അകത്തേക്ക് നടന്നു. ഒന്നവിടെ നിന്ന് മിസ്റ്റർ ദേവദത്തൻ തമ്പുരാനെ. അവൾ പിന്നെയെന്ന് വിളിച്ചതും അവൻ എന്താ എന്ന രീതിയിൽ തിരിഞ്ഞു നോക്കി. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ശരിയാണ്. 4 അക്ഷരം പഠിച്ച് നല്ല നിലയിലെത്തണം. വേണമെങ്കിൽ ഈ നാട്ടിൽ നിന്നും പോവാം. പക്ഷെ അവസാനം പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഓൾറെഡി എൻ്റെ കല്യാണം കഴിഞ്ഞാണ്. എൻ്റെ കെട്ടിയോൻ വട്ടി പോലെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ വേറൊരു കോന്തരം കെട്ടേനി? നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ ദേവദത്തൻ എവിടെയുണ്ടോ അവിടെ ഈ വർണ്ണയുണ്ട്. അതുപോലെ വർണ്ണ എവിടെയുണ്ടോ അവിടെ ഈ ദത്തനും ഉണ്ടായിരിക്കണം. അത് പറഞ്ഞ അവൾ അകത്തേക്ക് പോയി. ദത്തൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. ശേഷം വരാന്തയിലെ ചെയറിൽ വന്നിരുന്നു. ഇതെന്താ ദത്ത? അവൻ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ച പൊതിയെടുത്ത് ഉമ്മറത്തേക്ക് വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. നിനക്കെന്താ കയ്യില്ലേ തുറക്കാൻ? കണ്ണില്ലേ നോക്കാൻ? അവൻ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ ചോദിച്ചു. പരിപ്പ് വടയോ? അവനൊന്ന് മണത്ത് നോക്കിക്കൊണ്ട് ചോറിഞ്ഞു. ശേഷം പൊതി തുറന്ന് പരിപ്പട കഴിക്കാൻ തുടങ്ങി. ദാ ദത്ത, അവൾ അവന് നീട്ടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ട. ആ എന്താ വേണ്ടാത്തേ? വേണ്ടാത്ര തന്നെ, അവൻ സ്വരം കടുപ്പിച്ച് പറഞ്ഞു. പിന്നെ അവളൊന്നും മിണ്ടിയില്ല. ദത്ത, നിനക്ക് എൻ്റെ പേര് പോലും അറിയില്ല എന്നല്ലേ പറഞ്ഞേ? പിന്നെ എന്തിനാ നീ എന്നെ കല്യാണം കഴിച്ചേ? അവളൊന്ന് ആലോചിച്ചുകൊണ്ട് ചോദിച്ചു. പണത്തിനോ? അതെ. അന്ന് സമൂഹ വിവാഹത്തിൽ നിന്റെ കല്യാണം മുടങ്ങിയപ്പോൾ അതിന്റെ സംഘാടകരിൽ ഒരാളായ രാമചന്ദ്രൻ സാറ് പറഞ്ഞു നിന്നെ കെട്ടിയ 30,000 രൂപ തരാന്ന്. അതുകൊണ്ട് കെട്ടി. 30,000 രൂപയാ? അവൾ നിറകണ്ണുകളോട് ചോദിച്ചു. അതെ. ദത്തനത് പറഞ്ഞപ്പോൾ പറഞ്ഞൊന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അവളുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് ഇതോടെ ഇല്ലാതായിക്കോട്ടെ എന്ന് കരുതിയാണ് അവൻ അവളോടത് പറഞ്ഞത്. അവന്റെ ഓർമ്മകൾ കല്യാണ ദിവസത്തിലേക്ക് സഞ്ചരിച്ചു. ഞായറാഴ്ച സ്ഥിരം കള്ളുകൂടിയും പരിപാടിയായി ഇരിക്കുമ്പോഴാണ് ചന്തു കരഞ്ഞുകൊണ്ട് അവന്റെ അരികിലേക്ക് ഓടി വന്നത്. അവന്റെ അമ്മയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. വേഗം തന്നെ ഒരു ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഡോക്ടറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഉടൻ ഓപ്പറേഷൻ വേണം, 50,000 രൂപ വേണം. കയ്യിൽ 10,000 രൂപയുണ്ട്. ബാക്കി അക്കൗണ്ടിൽ നിന്ന് എടുക്കാമെന്ന് കരുതിയെങ്കിലും ബാങ്ക് അവധിയാണ്. ATM നിന്നും 10,000 രൂപ വിഡ്രോ ചെയ്തു. ഇനിയും പൈസ വേണം. ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും അധികം പുരോഗതി ഇല്ലാത്തതിനാൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതിന് സമ്മതിച്ചില്ല. ലിക്വിഡ് ക്യാഷ് തന്നെ വേണം. എങ്കിൽ ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞു. അടിയും പിടിയും നടക്കുന്ന എനിക്ക് ആര് പൈസ കട തരാൻ? അവസാന വർക്ക്ഷോപ്പിന്റെ ഓണർ രാമചന്ദ്ര സാറിന്റെ മുന്നിൽ പോയി. പൈസ തരാം, പക്ഷെ അതിന് പകരം അയാൾ ആവശ്യപ്പെട്ടത് ഈ കല്യാണമാണ്.
അവരുടെ നേതൃത്വത്തിൽ നടന്ന സമൂഹ വിവാഹത്തിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങിയാൽ അത് അവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കും. അതില്ലാതാക്കാനാണ് പറഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചത്. പകരമായി എനിക്ക് ആവശ്യമുള്ള പണം തരികയും ചെയ്തു. കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി അവളെ തിരികെ പറഞ്ഞയക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ അവളുടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അതിന് തോന്നിയില്ല. അവൾ പഠിച്ച ഒരു ജോലി കിട്ടുന്നവരെ അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ട പോലെ അവളുടെ കണ്ണിൻ്റെ എവിടെയോ തന്നോടുള്ള ഒരു സ്നേഹത്തിന്റെ തിളക്കം അവനും കണ്ടിരുന്നു. എന്തായാലും പൈസയ്ക്ക് വേണ്ടിയാണ് കല്യാണം കഴിച്ചതെന്ന് അറിഞ്ഞാൽ അവൾ തന്നെ വെറുക്കും. അവൻ ഓരോന്നോർത്ത് അകത്തേക്ക് നടന്നു. ഒരു തോർത്തെടുത്ത് പുഴക്കടവിലേക്ക് നടന്നു. അവിടെ കൽപ്പടവിൽ താടിക്ക് കൈയും കൊടുത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.